ഒരേ മന്ത്രം. ഉദാഹരണം, ഓം എന്ന മന്ത്രം ഒരു വിനാഴിക, അതായത് 24 മിനിറ്റ് ജപിക്കുന്നത് മനസ്സിന്റെ ശുദ്ധി, ഏകാഗ്രത, മെഡിറ്റേഷൻ പവർ എന്നിവ വർദ്ധിപ്പിക്കുമെന്ന് പുരാണങ്ങളിലും യോഗശാസ്ത്രങ്ങളിലും പറയുന്നു. ഏതൊരു മന്ത്രമായാലും 6 മാസം, അതായത് 180 ദിവസം ശ്രദ്ധയും വിശ്വാസവും കൊണ്ട് ജപിക്കുന്നത് മനുഷ്യന്റെ വ്യക്തിത്വം, ചിന്താശൈലി, ജീവിതോദ്ദേശ്യം എന്നിവയിൽ ഗുണകരമായ മാറ്റം വരുത്തുമെന്ന് സന്യാസിമാരും ആത്മീയ ഗുരുക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. മന്ത്രജപം അഥവാ ചാൻഡിങ് അല്ലെങ്കിൽ സോണിക് റെപ്പറ്റീഷൻ. ചാൻഡിങ്, പെർട്ടിക്കുലർലി റെപ്പിറ്റേറ്റീവ് ചാൻഡിങ് ചെയ്യുന്നതുകൊണ്ട് ആൽഫ ആൻഡ് തീറ്റ ബ്രെയിൻ വേവ് പാറ്റേൺ ആക്ടിവേറ്റ് ആക്കുന്നു. ഇറ്റ് ക്യാൻ ഇൻഡ്യൂസ് ആൽഫ ആൻഡ് തീറ്റ ബ്രെയിൻ വേവ്സ് because of the way it interacts with both the nervous system and brain networks. These waves are associated with distinct mental states, activation of alpha and theta brain waves leading to relaxation and creativity. Alpha waves are associated with relaxation and focus, while theta waves are linked to deeper states of relaxation, meditation and even heightened creativity. ഗവേഷണങ്ങൾ കാണിക്കുന്നത് മന്ദഗതിയിൽ ശ്വാസവുമായി ഒത്തു നടക്കുന്ന ജപം സ്ട്രെസ് കുറയ്ക്കാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും മെന്റൽ പവർ കൂട്ടാനും സഹായിക്കുന്നു എന്നാണ്. ഫ്രണ്ടിയേഴ്സ് ഇൻ ഹ്യൂമൻ ന്യൂറോ സയൻസ് 2016 നടത്തിയ പഠനം വ്യക്തമാക്കുന്നത് സ്ഥിരമായി മന്ത്രജപം ചെയ്യുന്നവർക്ക് സ്ട്രെസ്, ആൻസൈറ്റി, ഫിയർ എന്നിവ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഇമോഷണൽ സെന്ററായ അമിഗ്ഡാലയെ നിയന്ത്രിക്കാൻ കഴിയുന്നു. അതിനാൽ ആശങ്കയും ഭയവും കുറയുന്നു. ബ്രെയിൻ ആൻഡ് ന്യൂറോ സയൻസ് പഠനപ്രകാരം റെപ്പിറ്റേറ്റീവ് ചാൻഡിങ് സ്ഥിരമായി ചെയ്താൽ ഉണ്ടാകുന്ന ശാസ്ത്രീയ മനഃശാസ്ത്രപരമായ മാറ്റങ്ങൾ ഇവയാണ്. മാനസിക ഏകാഗ്രത കിട്ടുന്നത് വഴി ഡിസ്ട്രാക്ഷൻസ് കുറയും. ന്യൂറോപ്ലാസ്റ്റിസിറ്റി, നല്ല ചിന്തകളും ശീലങ്ങളും ബ്രെയിൻ വയറിംഗിൽ സ്ഥിരമാകുന്നു. പോസ്റ്റുറൽ കൺട്രോൾ, കൂടുതൽ ആക്റ്റീവായി സ്ട്രെസ് കുറയും, ക്ഷമ വർദ്ധിക്കും. ബ്രെയിനിലെ ഹോർമോൺ ബാലൻസ് ചെയ്യുന്നതിലൂടെ ബ്രെയിനിലെ അഡ്രിനൽ ഗ്ലാൻഡ്സ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ കുറയും. നല്ല ഉറക്കം, നല്ല മൂഡ്, കൃത്യമായ ഡൈജഷൻ എന്നിവയെ ആക്ടിവേറ്റ് ആക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഹോർമോൺസ് ആയ സെറട്ടോണിൻ, പിന്നെ ബോഡി ഫങ്ഷൻസ്, നല്ല മൂഡ്, മോട്ടിവേഷൻ എന്നിവയൊക്കെ ആക്ടിവേറ്റ് ആക്കുന്ന ഡോപ്പമിൻ ഹോർമോൺ എന്നിവ വർദ്ധിക്കും. ചാൻഡിങ് ഒരു സ്പിരിച്വൽ ആക്ടിവിറ്റിയാണ്. സ്പിരിച്വൽ ആക്ടിവിറ്റീസ് സയന്റിഫിക് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പിന്നിൽ ഒരു ശാസ്ത്രീയമായ കാരണമുണ്ട്. പിന്നെ വിശ്വാസമില്ലാതെ വെറും മെക്കാനിക്കലി ചാൻഡിങ് ചെയ്യുന്നത് കൊണ്ട് ബ്രെയിൻ റിവാർഡ് സിസ്റ്റം ആക്ടിവേറ്റ് ആകില്ല. സമയം മാറ്റി മാറ്റി ചെയ്യുന്നത് കാരണം ഹാബിറ്റ് ലൂപ്പ് ബിൽഡ് ആകാതെ കൺസിസ്റ്റൻസി നഷ്ടമാകും. ജീവിതത്തിൽ മറ്റുള്ള നെഗറ്റീവ് ശീലങ്ങളായ അമിത മദ്യപാനം, ഉറക്കക്കുറവ്, അസഹിഷ്ണുത എന്നിവ ജപത്തിന്റെ ഫലം കൗൺട്രാക്ട് ചെയ്യും. അങ്ങനെ ചാൻഡിങ് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്കാണ് ഫലം കിട്ടാതെ പോകുന്നത്. അപ്പോൾ ചാൻഡിങ് അഥവാ ജപം, നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു മന്ത്രം, ബീജാക്ഷരി മന്ത്രമോ പഞ്ചാക്ഷരി മന്ത്രമോ എന്തുമായിക്കോട്ടെ, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നത് ഒരു വിനാഴിക, 24 മിനിറ്റ്, 6 മാസം, 180 ദിവസം കൃത്യമായ ഒരേ സമയത്ത് തന്നെ നമ്മൾ ചാൻഡിങ് ചെയ്ത് പൂർണ്ണമായിട്ടും അതിലർപ്പിച്ച്, വിശ്വാസവും അർപ്പിച്ച് നമ്മൾ അതിൽ പൂർണ്ണമായിട്ട് മുഴുകി ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ നമ്മളുടെ ശരീരത്തിലും നമ്മളുടെ ജീവിതത്തിലും അനുഭവപ്പെട്ടിരിക്കും. ഇത് ശാസ്ത്രീയമായ ഒരു കാര്യമാണ്. താല്പര്യമുള്ളവർ ചെയ്തു നോക്കുക. നന്ദി.